നമുക്കിപ്പോൾ തിരക്ക് പിടിച്ച ജീവിതങ്ങളാണ്. പെട്ടെന്ന് എല്ലാവർക്കും വേഗം വേഗം എല്ലാ കാര്യങ്ങളും കിട്ടണം. ഇപ്പം എൻ്റെ അടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ വരുന്ന ആൾക്കാരാണെങ്കിലും പെട്ടെന്ന് കിട്ടണം. അതായത് ഇന്ന് കൊണ്ടുവന്ന് തന്നാൽ നാളെ തന്നെ ഇപ്പം തന്നെ കിട്ടി അത്രയും നല്ലതാണെന്നുള്ള രീതിയിലുള്ള ജീവിത രീതിയുടെ കാര്യമുണ്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ അതുപോലെ ഭയങ്കര ഫാസ്റ്റാണ് ലൈഫ്. അപ്പോൾ നമ്മൾ ഫാസ്റ്റ് ലൈഫിൽ നമ്മൾ ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ ചിന്തിക്കുന്നത് മരണത്തെ പറ്റിയാണ്, അല്ലേ? ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസ് എടുത്ത് വയ്ക്കാത്ത ആൾക്കാർ വളരെ വിരളമാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനിതുവരെ ഇൻഷുറൻസ് എടുത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു ഒരു ഏജ് കഴിയുമ്പോൾ നമ്മൾ അസുഖങ്ങൾ വന്നാലും അപ്പോൾ ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അല്ലെങ്കിൽ ചെറിയ സമ്പാദ്യം വേണം. വയസ്സാകുമ്പോഴത്തേക്ക് നമ്മൾ വയസ്സാകുമോ, ഇപ്പം മരിക്കുമോ, അടുത്ത നിമിഷം മരിക്കുമോ ഒന്നും നമുക്കറിയില്ല. പണ്ടൊക്കെ നമ്മൾ ഇൻഷുറൻസ് എടുത്ത് വയ്ക്കാറുണ്ടായിരുന്നു. ഇൻഷുറൻസ് ഇല്ലാത്ത നമ്മുടെ അച്ചച്ചനും അപ്പൂപ്പനും അമ്മൂമ്മയും അമ്മച്ചിമാരും ഒക്കെ നമ്മൾ കുറേ വർഷം ജീവിച്ചിരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് വളരെ കുറച്ച് നാൾ മാത്രമേ ജീവിക്കാൻ പറ്റുന്നുള്ളൂ. കാരണം നമുക്ക് പേടിയാണ്. അതായത് മൃഗങ്ങൾ, പക്ഷികൾ അവരെല്ലാവരും ജീവിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളും ജീവിക്കുന്നുണ്ട്. നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആലോചിച്ചിട്ട് ചിന്തിക്കാനുള്ള ശേഷിയും ഭാവിയെ പറ്റിയുള്ള ഉത്കണ്ഠയും ഒക്കെ ഉള്ളത് നമുക്കാണ്. പക്ഷി മൃഗാദികൾക്ക് അങ്ങനെയൊന്നുമില്ല. അവർ രാവിലെ എണീക്കും. അതായത് സൂര്യൻ ഉദിക്കണതിന് മുമ്പ് തന്നെ അവർ എണീറ്റ് സൂര്യോദയം കാണും, പറന്ന് നടക്കും, കിട്ടണത് കഴിക്കും. ബാക്കി സമയം ആർത്തുല്ലസിച്ച് അവിടെയൊക്കെ നടക്കും, സന്തോഷിക്കും. കിട്ടണ സമയം മുഴുവനും സന്തോഷിക്കുന്നത് പക്ഷി മൃഗാദികളാണ്. മനുഷ്യർ ടെൻഷൻ അടിച്ച് വിഷമിച്ച് ജീവിക്കണേന് നാളത്തേക്ക് എന്തോരം പൈസ ഉണ്ടാക്കി വെച്ചാലാണ് നമുക്ക് മതിയാവുക എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. അതാണ് മനുഷ്യനും. പിന്നെ മനുഷ്യന് ചിരിക്കാൻ സാധിക്കും, ചിരിക്കാനും ചിന്തിക്കാനും സാധിക്കും മനുഷ്യർക്ക്. മൃഗങ്ങൾക്ക് ചിരിക്കുകയും ചിന്തിക്കുകയൊക്കെ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവാം. കാരണം പല ഓരോരോ മൃഗങ്ങളുടെ പ്രവൃത്തികളും അല്ലെങ്കിൽ പക്ഷികളുടെ പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ നമുക്ക് ചില സമയത്തൊക്കെ നമ്മൾ ആലോചിച്ച് പോകാറുണ്ട് അവർക്കും ചിന്തിക്കാനുള്ള കഴിവുണ്ടെന്ന്. ഒരു കാക്ക വന്ന് അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ കാക്കയെ ഇങ്ങനെ എറിയണ പോലെ കാണിച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ കാക്കകളൊക്കെ ഓടിക്കളയുമായിരുന്നു, പറന്ന് കളയുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാക്കകൾ ഒന്നും കൂടി ചിന്തിച്ചിട്ട് അവിടെ ഇരിക്കും. ഇവർ എറിയോ ഇനി ആക്ഷൻ കാണിക്കുകയാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ അവിടെ ഇരുന്ന് നോക്കും. എറിയും ഉറപ്പായാൽ മാത്രമേ അവർ പറക്കുള്ളൂ. അപ്പോൾ അതേപോലെ അവരും ഇപ്പോൾ ചിന്തിച്ച് തുടങ്ങി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മനുഷ്യർ ചിന്തിക്കാണ്ടായി, മനുഷ്യർക്ക് ഇപ്പോൾ ചിന്താശേഷി നഷ്ടപ്പെട്ടു തുടങ്ങി. അതുകൊണ്ടാണ് അവർ ചിന്തിച്ചു തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ മനുഷ്യന് ചിരിക്കാൻ പറ്റും. പിന്നെ ചിരിക്കാൻ പറ്റുന്ന ഒരു മൃഗം കഴുത ആണെന്നാണ് പറയുന്നത്. അതിങ്ങനെ അതിൻ്റെ ഒരു എന്തോ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞിട്ടാണ് അത് അതിൻ്റെ ഒരു എന്തോ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ആ ഗോഷ്ടി കാണിക്കുന്നത്. അത് നമ്മൾക്ക് ചിരിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അതാണ്. പിന്നെ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു വന്നത് ഇൻഷുറൻസിൻ്റെ കാര്യമാണ്. ലൈഫ് ഇൻഷുറൻസ്, ലൈഫിന് ഇൻഷുറൻസ്. പക്ഷിമൃഗാദികളൊക്കെ അവരെപ്പോൾ വേണമെങ്കിലും മരിച്ചു പോകും. അത് മരിക്കുമ്പോൾ മരിച്ചോട്ടെ, അവർ മരിക്കുമ്പോൾ അതിനെപ്പറ്റി അവർക്ക് ബോധേടാവേണ്ട കാര്യമില്ല. അവർ ബോധേടാവാറുമില്ല. നമ്മളാണ് മരണത്തെപ്പറ്റി ബോധേടായിട്ട് വിഷമിച്ച് ജീവിക്കുന്നത്. അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് വരുമോ, ഒരു ഗ്യാസ് കയറിയാൽ തന്നെ അപ്പം തന്നെ ഹാർട്ട് അറ്റാക്ക് ആണെന്നുള്ള രീതിയിൽ ഓടിപ്പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. എന്നിട്ട് വലിയ ഹോസ്പിറ്റലിൽ തന്നെ പോയിട്ട് അഡ്മിറ്റ് ആവും. ഞാൻ പരമാവധി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകാനാണ് നോക്കാറ്. കുറഞ്ഞ രീതിയിലുള്ള ചികിത്സ ചിലവ്. ഞാൻ അപ്പോഴും ഇപ്പോഴും അങ്ങനെയാണ് ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. ഞാൻ ഇൻഷുറൻസ് എടുത്തിട്ടില്ലെങ്കിൽ പോലും എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകും. അത്രയും നാൾ അവിടെ കിടന്നുള്ള രോഗം ഉണ്ടെങ്കിൽ കിടക്കാം. അതല്ല പെട്ടെന്ന് മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അങ്ങനെ മരിച്ചോട്ടെ. പിന്നെ കുറച്ച് പൈസയൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടില്ല എന്നില്ല, ഉണ്ട്. പക്ഷെ അതൊക്കെ ചിലവാക്കി തീർത്താലോ എന്നാണ് എൻ്റെ ചിന്ത ഇപ്പോൾ. കാരണം നാളെ നമ്മൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ തീർക്കാണ്ട് നമ്മൾ പെട്ടെന്ന് മരിച്ചു പോകും. അത് വേണ്ട. അപ്പോൾ നമുക്ക് കുറച്ച് ആഗ്രഹങ്ങളൊക്കെ സാധിച്ചതിന് ശേഷം തന്നെ നമ്മൾ മരിച്ചാൽ മതി. അതല്ലേ നല്ലത്. ഇപ്പം ഇന്ന് രാവിലെ തന്നെ ഇപ്പോൾ IT ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ അവർ ഇരുന്ന് ജോലി ചെയ്യുകയാണ്. അപ്പോൾ അവർക്കുണ്ടാകുന്ന അസുഖം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ കൂടി പല അസുഖങ്ങളും അവർക്കുണ്ടാകും. അതേപോലെ ടൈലറിങ്, അതുപോലെ ഡ്രൈവർമാർ, ഇവരെല്ലാവരും ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. വളരെയധികം നേരം ഇരുന്ന് കഴിയുമ്പോൾ ഇവർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് കോൺസ്റ്റിപ്പേഷൻ. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള അസുഖങ്ങൾ എന്തായാലും അവർക്ക് ഭാവിയിൽ വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഒരു ഇടവേളകളില്ലാതെ ഇങ്ങനെ പണത്തിന് വേണ്ടിയിട്ട് ഓടി നമ്മൾ ഈ പണമെല്ലാം ഉണ്ടാക്കിയിട്ട് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി കൊടുക്കാനാണ് നമ്മൾ ഈ പണം ഉണ്ടാക്കുന്നത്, അല്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ? കുറച്ച് നേരം റെസ്റ്റ് എടുത്താലേ. മുമ്പൊക്കെ ഞാനും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ദിവസം പണിയെടുത്തിട്ടില്ലെങ്കിൽ ഞാൻ ചിന്തിക്കണത് എന്താണെന്ന് അറിയുമോ, ഒരു ദിവസം പോയല്ല
10,500 പണിയെടുക്കായിരുന്നു. അത് പോയി. അങ്ങനെ ചിന്തിക്കുന്ന ഒരു ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. അന്ന് പറഞ്ഞാൽ നമുക്ക് പൈസയ്ക്ക് വേറെ അത്യാവശ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെയല്ല ചിന്തിക്കണം. എൻ്റെ സന്തോഷം കുറേയൊക്കെ ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള സമയങ്ങൾ മാറ്റി വെച്ചിട്ട് ഞാനിപ്പോൾ സ്റ്റിച്ചിങ് ആണെങ്കിലും എന്താണെങ്കിലും ചെയ്യാറുള്ളൂ. കാരണം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ദിവസത്തിൽ ഇത്ര സമയം ഞാൻ വർക്ക് ചെയ്യുന്നുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചു. മറ്റൊന്ന് ഞാൻ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. അതായത് കീ കൊടുത്ത് വിട്ട പോലെ രാവിലെ എഴുന്നേൽക്കുക, വീട്ടുപണി ചെയ്യുക, ഷോപ്പിലേക്ക് ഓടുക, അവിടുത്തെ പണികൾ ചെയ്യുക, ഉച്ചയ്ക്ക് വരിക, തുണി കഴുകിയിടുക, കുട്ടികളൊക്കെ പഠിക്കാൻ പോരുന്ന സമയത്ത്, അത് കഴിഞ്ഞ് വീണ്ടും ഷോപ്പിലേക്ക് ഓടുക, അവിടുത്തെ കാര്യങ്ങൾ തീർക്കുക, വൈകുന്നേരം വരിക, വീണ്ടും സൂപ്പർ മാർക്കറ്റിൽ പോവുക, വീട്ടാവശ്യ സാധനങ്ങൾ വാങ്ങുക, തിരിച്ച് വീട്ടിൽ വരിക, വീണ്ടും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ഞാൻ. പക്ഷെ പോകെ പോകെ ഞാൻ എനിക്ക് മനസ്സിലായത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ കിടന്ന് ഓടിയതുകൊണ്ടിട്ട് എൻ്റെ ആരോഗ്യം പോകും എന്നുള്ളതല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ നല്ല ഫെസിലിറ്റീസ് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളെപ്പോഴും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോകേണ്ട കാര്യമില്ല. അതായത് എൻ്റെ കയ്യിന് ഇവിടെയാണ് ടെൻഡൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. കൈ ഇങ്ങനെ കത്രിക പിടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടൈറ്റായിരുന്നു. ഇപ്പോൾ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ ഒരു മാർക്കുണ്ട്. ഇത് ഞാൻ തൊട്ടടുത്തൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഒരു 15,000 രൂപ വേണം എന്ന് പറഞ്ഞു ഇത് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്കിങ്ങനെ കത്രിക പിടിച്ച് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ ചെന്നപ്പോൾ 15 രൂപ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരെ അവിടെ നിന്ന് ബസ്സിൽ കയറി 12 രൂപ 15 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ എറണാകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകും. അവിടെ ചെന്ന് ഞാൻ എല്ലിൻ്റെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പരിശോധിച്ച് കണ്ടപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ഇത് സർജറി ചെയ്യണം, എല്ല് കട്ട് ചെയ്ത് വിടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നാൽ എന്ന് വരണം ഡോക്ടറെ എന്ന് പറയുമ്പോൾ നിങ്ങൾ നാളെ അഡ്മിറ്റ് ആയിക്കോ, മറ്റൊന്ന് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. സന്തോഷം. വേഗം വീട്ടിൽ വന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ പോവുകയാണ്. ഒരു ഉച്ചയ്ക്ക് ശേഷം അവിടുത്തെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു. ഞാൻ അവിടെ അഡ്മിറ്റായി. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ആരെയും വിളിച്ചില്ല, വരണ്ട നിങ്ങൾ നാളെ വന്നാൽ മതി. ഞാൻ അവിടെ ഒരു ദിവസം കിടക്കാനല്ലേ, എനിക്ക് വേറെ പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല, ഈ കൈൻ്റെ ഇത് മാത്രമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അവിടെ കിടന്നു. അന്നത്തെ ദിവസം പിറ്റേ ദിവസം രാവിലെ വന്നു. അപ്പോൾ ഞാൻ എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ ചെമ്പ് കളറായിട്ടിരിക്കണം കൊണ്ടിട്ടും എൻ്റെ എന്തോ ഫേസിൻ്റെ ഇത് കൊണ്ടിട്ട് ഞാനൊരു ഹിന്ദി ബാല ആണെന്ന് അവർ തെറ്റിദ്ധരിച്ചിട്ട് അവരെന്നോട് മലയാളി തന്നെയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറയാം മലയാളി തന്നെയാണ് എന്ന് പറഞ്ഞാൽ നേഴ്സുമാരൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയായി. അപ്പോൾ ഡോക്ടറും നല്ല സന്തോഷത്തിലാണ്. അപ്പം അന്ന് അവിടെ അഡ്മിറ്റായി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് എൻ്റെ അമ്മ വന്നു. അപ്പോൾ അപ്പോഴത്തേക്ക് എന്നെ റെഡിയാക്കി. അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇവിടെ 2 വശം മുടിയൊക്കെ പിന്നിയിട്ടിട്ട് വെള്ള ഷർട്ടും വെള്ള മുണ്ടും കൊടുത്തിട്ടാണ് കൊണ്ടുപോവുക സർജറിക്ക്. അതിങ്ങനെ ഒരു ക്യാബിൻ പോലെ തിരിച്ചേക്കാണ്. വലിയൊരു ഹാളാണ്, അതിന് ഓരോ ക്യാബിൻ തിരിച്ചേക്കുക. ഇങ്ങനത്തെ കുട്ടി കുട്ടി സർജറീസൊക്കെ അവിടെയാണ് നടത്തുന്നത്. അപ്പോൾ എന്നെ കൊണ്ടുപോയി. അവിടെ ചെന്ന് ഞാൻ അവിടെ സർജറി റൂമിലേക്ക് കയറ്റി. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ ഷർട്ട് ഫ്രണ്ടിലേക്ക് ബട്ടൺസ് ഇട്ടിട്ടാണ് ഇട്ടിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു അത് വേണ്ട, ബാക്കിലേക്ക് ഇടണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഡ്രസ്സിങ് റൂമിൽ കയറി നമ്മൾ അങ്ങനെ തന്നെ ഊരി അപ്പുറത്തെ സൈഡിലേക്ക് തിരിച്ചിട്ടു. അങ്ങനെ വന്ന് അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. വേദന എടുക്കുമ്പോൾ കുത്തി മരവിപ്പിച്ചിട്ടാണ് സർജറി ചെയ്യുള്ളൂ, നന്നായിട്ട് പെയിൻ ഉണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പേടിയായി. ഇത് കുത്തി മരവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ലല്ലോ. ഞാനൊരു ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ച് അന്ന്. പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രാർത്ഥന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത്രയും തീവ്രമായിട്ട് ഒരു സമയത്തും പ്രാർത്ഥിച്ചിട്ടില്ല. അതിൻ്റെ ഡെലിവറിക്കോ അങ്ങനെയൊന്നും അതൊന്നും എനിക്കറിയില്ലായിരുന്നെങ്കിൽ പോലും ഞാൻ ആ സമയത്ത് പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിച്ചു. കണ്ണ് നിറഞ്ഞൊഴുകിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എന്നെ അങ്ങോട്ട് വീൽ ചെയറിലിരുത്തി ടേബിളിലേക്ക് കയറ്റി കിടത്തി. അതായത് 2 പേർക്ക് അപ്പുറം ഇപ്പുറം നിൽക്കാൻ പറ്റണം, നമുക്ക് കഷ്ടി കിടക്കാൻ പറ്റണം ടേബിൾ. 2 നല്ല ആരോഗ്യമുള്ള എൻ്റെ ഇപ്പോഴത്തെ മോൻ്റെ അത്രയുള്ള 2 പിള്ളേർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അതായത് സർജറി ചെയ്യുമ്പോൾ ആളുകൾ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുമ്പോൾ അവരെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നിർത്തിയേക്കണത് അവരെ. അപ്പം ഞാൻ പ്രാർത്ഥിച്ച് കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ ഒരു കാപ്പി കളറിലൊരു മരുന്നൊക്കെ അവർ ആദ്യം തേക്കും. അപ്പോൾ അതൊക്കെ തേക്കണം കണ്ടപ്പോഴത്തേക്ക് ഞാനിങ്ങനെ നോക്കി കിടക്കുകയാണ്, ഇതിങ്ങനെ തേക്കുന്നതൊക്കെ നോക്കി കിടക്കുകയാണ്. അപ്പോൾ ഡോക്ടറിൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ എന്നോട് പറഞ്ഞ് കണ്ണടച്ച് കിടന്നതെന്ന് പറഞ്ഞ്. ഞാനപ്പോൾ കണ്ണടച്ചില്ല, ഞാനിതിനെ നോക്കിക്കുന്ന കിടക്കണേണ്. അപ്പോൾ ഇങ്ങനെ പച്ച കളറിലത്തെ ഒരു കവറ് കൊണ്ടുവന്ന് മൂടി, അതിൻ്റെ ഒരു ഹോളുണ്ട്, അത് വെച്ചിട്ടാണ്. പിന്നെ 2-3 സ്റ്റുഡൻസും വന്നിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ നിന്ന്. അപ്പോൾ എൻ്റെ മുഖത്ത് ഇങ്ങനെ പഞ്ഞി വെച്ചിട്ട് കണ്ണടച്ച് അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഇഞ്ചക്ഷൻ എടുക്കാൻ പോവാണ് കേട്ടോ എന്ന് പറഞ്ഞു. സമാധാനം. ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് കിടന്ന് ഫസ്റ്റ് ഇഞ്ചക്ഷൻ എടുത്തപ്പോഴത്തേക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു. നല്ല പെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. എല്ലിൻ്റെ സൈഡിലേക്ക് ഈ നല്ല വലിയ സൂചി കുത്തി ഇറക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന ഒന്ന് സങ്കല്പിച്ച് നോക്കി. ആ വേദന ഭയങ്കര വേദനയായിരുന്നു. ഞാൻ കടിച്ച് പിടിച്ച് കിടന്നു, സഹിച്ച് കിടന്നു എന്ന് വേണം പറയാനായിട്ട്. അത് കഴിഞ്ഞ് 2ാമത്തെ കുത്തു കുത്തിയപ്പോൾ അത്രയും വേദന എടുത്തില്ല. 3 കുത്തു കുത്തി കൈ മരവിപ്പിച്ച്. അതിന് ശേഷം
ഡോക്ടർ ഇങ്ങനെ മറ്റുള്ളവർ പറയണതൊക്കെ നമുക്ക് കേൾക്കാം, ബോധമുണ്ടല്ലോ, മരവിപ്പിച്ചിട്ട് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ മറ്റവർ അങ്ങനെ നോക്കി ചിരിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ഇത് കട്ട് ചെയ്യണതൊക്കെ എനിക്ക് മനസ്സിലായി, ഒച്ചയൊക്കെ കേൾക്കാം കട്ട് ചെയ്യണതിൻ്റെ. ഇതിങ്ങനെ കട്ട് ചെയ്താണ് വിടുന്നത്, ഇത് ഇങ്ങനെ ജോയിൻ്റ് ആയത് കൊണ്ടിട്ടാണ് ഇവർക്ക് ഇങ്ങനെ പെയിൻ വന്നത്, അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് വിടുകയാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് സമയം എടുത്തുള്ളൂ. അപ്പോൾ തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞ ലീന കഴിഞ്ഞു വിട്ടാന്ന്. ഓക്കെ, എന്നെ വീണ്ടും തിരിച്ച് വാർഡിലേക്ക് കൊണ്ടുവന്നു. അപ്പം എൻ്റെ പുറകെ എൻ്റെ തന്നെ ഏജുള്ള ഒരു കുട്ടീനെ കയറ്റിയിട്ടുണ്ടായിരുന്നു. അവർ അവിടെ അലറി പൊളിച്ച് മല്ലം പിള്ളേർക്ക് നല്ല പണി ഉണ്ടാക്കി. അപ്പോൾ ഡോക്ടർ അവരെ ചീത്ത പറഞ്ഞു, ഇപ്പോൾ ഇവിടുന്ന് പോയ ആൾ ഒരക്ഷരം പോലും മിണ്ടാണ്ട് സർജറി കഴിഞ്ഞ് പോയ ആളാണ്, നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത എന്ന് പറഞ്ഞ് അവരെ ചീത്ത പറഞ്ഞു. അത് കഴിഞ്ഞ് വാർഡിൽ വന്നപ്പോൾ അവർ വേഗം ഫസ്റ്റ് വന്ന ഉടനെ എൻ്റെ അടുത്തേക്കാണ് വന്നത്. എൻ്റെ അടുത്തേക്ക് വന്നിട്ട് അതേ മോൾക്ക് വേദന എടുത്തില്ലേ ഇത് കുത്തിയപ്പോൾ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേദന ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കത് സഹിക്കാനുള്ളൊരു കഴിവ് കിട്ടി എന്ന് പറഞ്ഞ്. എൻ്റെ ദൈവമേ സമ്മതിക്കണം കേട്ടോ മോളെ, എനിക്ക് എൻ്റെ പ്രാണം പോയി, ഞാനവിടെ കിടന്ന് ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി, എന്നെ അവർ കുറേ ചീത്തയും പറഞ്ഞ് മോള് മിണ്ടിയില്ല എന്ന് പറഞ്ഞിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ നമുക്ക് പ്രാർത്ഥന കൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ചത് വേദന ഇല്ലാതിരിക്കാനല്ല ഞാൻ പ്രാർത്ഥിച്ചത്, ആ വേദന സഹിക്കാനുള്ള കഴിവ് കിട്ടണമെന്നാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ തീവ്രമായിട്ട് എന്ത് പ്രാർത്ഥിച്ചാലും നമുക്കത് ലഭിക്കും, ആ സെക്കൻഡിൽ ലഭിക്കും. അത് മനസ്സുകൊണ്ട് നല്ല അമിതമായിട്ടുള്ള ആഗ്രഹം ഉണ്ടാവണം, തീവ്രമായ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് ലഭിക്കും. അങ്ങനെ തീവ്രമായിട്ട് ആ ആഗ്രഹം കൊണ്ടിട്ട് ലഭിച്ച വേറെ കുറേ കാര്യങ്ങളുണ്ട്. അത് ഞാൻ പോകെയുള്ള എപ്പിസോഡിൽ പറയാട്ടെ. നിങ്ങൾ ബോറടിപ്പിക്കണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണേ, ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ബോറടിയാണെന്ന്. അപ്പം അങ്ങനെ പറഞ്ഞു വന്നത് ഇൻഷുറൻസിൻ്റെ കാര്യമാണ്. ഹോസ്പിറ്റലിലാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നടന്നു പോന്നു. അതായത് 15,000 രൂപ വേണമെന്ന് പറഞ്ഞ കാര്യം 2,500 രൂപയിൽ കാര്യം കഴിഞ്ഞ് പോന്നു. വന്ന് ഡോക്ടർ പറഞ്ഞ റെസ്റ്റ് എടുക്കണം, ഒരാഴ്ച കയ്യനക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ കത്രിക എടുത്ത് കട്ട് ചെയ്യാൻ തുടങ്ങി. കാരണം നമ്മുടെ അവസ്ഥ അതായിരുന്നു, കട്ട് ചെയ്തേ പറ്റൂ. അപ്പോൾ നമ്മൾ അതായത് താങ്ങാൻ ആളുണ്ടെങ്കിൽ തളർച്ചയുണ്ടാവും എന്നുള്ളൊരു ചൊല്ലുണ്ടല്ലോ, നമുക്ക് താങ്ങാൻ ആളില്ലാത്തതുകൊണ്ടിട്ട് തളർച്ചയുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പണിയെടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സ്റ്റിച്ചൊക്കെ ഇങ്ങനെ ചെറിയായിട്ട് ബൾജ് ചെയ്ത് വന്നു. ഞാൻ ഡോക്ടർ പറഞ്ഞ അനുസരിച്ചിട്ടില്ലല്ലോ അവിടെ. നമ്മുടെ ഡോക്ടർ ചോദിച്ചു ഇതെന്താണ് കാണിച്ചുകൊണ്ട് വന്നേക്കണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് അതിങ്ങനെ പറ്റിപ്പോയി ഡോക്ടറെ എന്ന് പറഞ്ഞു. എന്തെങ്കിലും ആവട്ടെ, കുറച്ച് ദിവസം പിടിക്കും അതിങ്ങനെ ശരിയായി വരാൻ എന്ന് പറഞ്ഞു. ഞാൻ സാറില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റിച്ചൊക്കെ കട്ട് ചെയ്ത് പോന്നു. സുഖമായി, ഇതുവരെ എനിക്ക് യാതൊരുവിധ കുഴപ്പമില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. ഞാനപ്പോൾ അത് ഓർത്തു, ഇൻഷുറൻസ് എടുക്കണ്ടെന്ന് വിചാരിച്ചു. ഞാൻ ഇൻഷുറൻസ് എടുത്താൽ ചിലപ്പോൾ പെട്ടെന്ന് രോഗം വരും, ഇനി എങ്ങനെ നമ്മൾ മരിക്കും, അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് കൂടുതൽ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകണം. നമ്മളതിനെപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ടെന്നേ, നമ്മളങ്ങോട്ട് ജീവിക്കുക, സന്തോഷിച്ച് ജീവിക്കുക, ഉള്ളത് കൊണ്ട് ഓണം പോലെ സന്തോഷത്തോടെ. ഇനിയിപ്പോൾ എന്തും സമ്പാദിക്കാനൊന്നുമില്ല, മക്കളുടെ കാര്യമൊക്കെ കഴിഞ്ഞ്, മകളുടെ കല്യാണം കഴിഞ്ഞു, മകനും കല്യാണപ്രായമായി, അവനൊരു ജോലിയായി, അവൻ സ്റ്റേണായിട്ട് നിൽക്കാൻ തുടങ്ങി. ഹസ്ബൻഡിനും ചെറിയൊരു വരുമാനമുണ്ട്, ചെറിയൊരു വരുമാനമൊന്നുമല്ല, എന്നെക്കാളും വരുമാനം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് അവരെല്ലാവരും സേഫ് സോണിലാണ്. പിന്നെ നമുക്കെന്താ പ്രശ്നം? നമുക്കൊരു പ്രശ്നമില്ല, നമുക്കും അത്യാവശ്യം ഏൺ ചെയ്യാനുള്ളൊരു തൊഴിലുണ്ട്, നമ്മൾ സമ്പാദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ പരമാവധി കിട്ടുന്നതൊക്കെ ചിലവാക്കി തീർക്കുകയാണ്. കാരണം ഒരുപാടൊന്നും സേവ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല, അത്യാവശ്യത്തിനുള്ള ചെറിയ സേവിങ്സൊക്കെ ഉണ്ട്, അത് മതി. അത് കഴിഞ്ഞാൽ ബാക്കി കിട്ടണതൊക്കെ നമ്മൾ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ചിലവഴിക്കുക. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അതായത് ഇൻഷുറൻസ് എടുക്കുന്ന ആളുകളുടെ ശ്രദ്ധയ്ക്ക്, ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ കവറേജ് കിട്ടാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന ആൾക്കാരുണ്ട്. അതായത് അഡ്മിറ്റ് ആയാലേ അതിൻ്റെ കവറേജ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ദിവസം അഡ്മിറ്റ് ആവും ഹോസ്പിറ്റലിൽ, ഡോക്ടറായിട്ടുള്ളൊരു ഡീൽ വെച്ചിട്ടാണ്. എന്താണോ എനിക്കറിയില്ല, ഞാൻ ഇതുവരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, എനിക്കറിയാനും പാടില്ല അതിനെപ്പറ്റി. അതുകൊണ്ട് ഞാനതുകൊണ്ട് ഇൻഷുറൻസ് എടുക്കണ്ടെന്ന് തീരുമാനിച്ചേക്കുവാണ്. മരിക്കുമ്പോൾ മരിച്ചു പോയിക്കോട്ടെ. ഇനി ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ട് അതും കൊണ്ട് നമ്മൾ മരിക്കേണ്ട ഒരു ഗതികേട് വരണ്ടല്ലോ. അതുകൊണ്ട് ഞാനിനി ഇൻഷുറൻസ് എടുക്കണ്ടെന്ന് തീരുമാനിച്ചേക്കുവാണ്. അപ്പോൾ നിങ്ങൾ ഇൻഷുറൻസ് എടുത്തോട്ടോ, ഞാൻ അതുകൊണ്ട് പറഞ്ഞതല്ല. നിങ്ങൾ ഇൻഷുറൻസ് എടുത്ത് വെച്ചോ, ഞാൻ ഇൻഷുറൻസ് എടുക്കുന്നില്ല. ഞാനുള്ളത് കൊണ്ട് ഓണം പോലെ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ വരെ ബൈ ബൈ, സീ യു.